ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ കേരള ഗവൺമെന്റിന് വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ഒപ്പിട്ട പൊതുമരാമത്ത് വകുപ്പിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു അത് എന്ന് കാണാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലൂടെയാണ് ഈ രണ്ടാമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന റീച്ച് കടന്നു പോകുന്നത്. രാമനാട്ടുകര അവിടെയാണ്, ആ മണ്ഡലത്തിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ. എന്നിട്ടും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചില്ല എന്നുള്ളത് വ്യക്തിപരമായ പ്രശ്നമല്ല, കേരളത്തോടെടുക്കുന്ന BJP ഗവൺമെന്റിന്റെ രാഷ്ട്രീയമായ പകപോക്കലാണ്. ഈ സന്ദർഭത്തിൽ അവിടെ ഈ രണ്ട് റീച്ചിലും ഒരു ജനകീയ ഉത്സവം പോലെ ഈ സമയത്ത് ഈ 1 മണിക്ക് മന്ത്രിയും MLAയും ജനങ്ങളും എല്ലാം ചേർന്ന് പൊതുജനങ്ങളെല്ലാം അണിനിരത്തി ഒരു ആഘോഷ പരിപാടി, റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിക്കുക എന്നത് ഇപ്പോഴവിടെ ജനങ്ങൾ മുൻകൈയെടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്തരമൊരു പരിപാടി അവിടെ ഒരു ജനകീയ ഉത്സവം പോലെ സംഘടിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഈ ഒന്നാമത്തെ റീച്ച് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടി അതിലുണ്ട്. ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് തലപ്പാടി മുതൽ കാസർഗോഡിൻ്റെ ഒരു ഭാഗം വരെയുള്ള 39 കിലോമീറ്റർ ദൂരം റോഡ് നിർമ്മിച്ചത്. 1.5 കൊല്ലം മുമ്പ് തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അവർക്ക് പ്രത്യേകമായ അവാർഡുകൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റീച്ച് ഉൾപ്പെടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന 2 റീച്ചിലും പൊതുജനങ്ങളും ജനപ്രതിനിധികളും മന്ത്രിയും എല്ലാം പങ്കെടുക്കുന്ന ആഘോഷ പരിപാടിയും റോഡ് ഷോയും സംഘടിപ്പിക്കും എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ അതിൽ പങ്കെടുക്കുന്നത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഏത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് അതിൽ പങ്കെടുപ്പിക്കുന്നത്? അപ്പൊ എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു ഫാസിസ്റ്റ് പ്രവണത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക. ഇത് കേരളം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം പക്ഷപാതപരമായ രീതിയിലാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് തന്നെ ജനങ്ങളോടൊപ്പം ചേർന്ന് ഈ ആഘോഷ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളത് ഈ 2 റീച്ചിലും ഒരു ഭാഗത്ത് CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ കാസർഗോഡ് പരിപാടിയിലും ഇവിടെ കോഴിക്കോട് പരിപാടിയുടെ ഭാഗമായിട്ട് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്.